ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, സെപ്റ്റംബർ മാസം 3-ാം തീയതി തിരുസഭ മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തി ആ സിനഗോഗിൽ ഉണ്ടായിരുന്നു. അവനിൽ നിന്ന് അശുദ്ധാത്മാവിനെ ഈശോ പുറത്താക്കുന്നതാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ഈശോ സിനഗോഗിലായിരിക്കുമ്പോൾ സിനഗോഗിൽ ഈശോ പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇവിടെ അശുദ്ധാത്മാവ് ബാധിച്ചവനും അവിടെയുണ്ട്. ഈശോയാകട്ടെ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെ സ്വതന്ത്രനാക്കുവാനായിട്ട്, അതായത് അശുദ്ധാത്മാവിനെ പുറത്താക്കുവാനായിട്ട് ഇടപെടുമ്പോൾ അവൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെ നശിപ്പിക്കുവാനാണോ വന്നിരിക്കുന്നത്? ദൈവാത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് അശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം ദൈവാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് അശുദ്ധാത്മാവിനെ പുറത്താക്കുവാനായിട്ടും സാധിക്കും. പക്ഷേ അശുദ്ധാത്മാവ് ബാധിച്ചവൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമെങ്കിൽ ദൈവാത്മാവുള്ള വ്യക്തി ഇടപെട്ടേ മതിയാവും. വേണമെങ്കിൽ നിഷ്ക്രിയനായിട്ടിരിക്കാം. പക്ഷേ അവിടെ നിഷ്ക്രിയനായിരിക്കാതെ ആ വ്യക്തിയെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായിട്ട് ഈശോ സ്വയമേ ഇടപെടുന്നതാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇന്ന് തിരുസഭ മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പായുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. തിരുസഭയില് പാപ്പാമാര് ചിലരൊക്കെയാണ് മഹാനായ പാപ്പമാര് എന്ന് അറിയപ്പെടുന്നത്. കാരണം അത്രയും മഹത്തായ കാര്യങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ അവർ ചെയ്തതിനാലാണ്. മഹാനായ ഗ്രിഗറി പാപ്പ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നവരോട് അത്രമാത്രം സ്നേഹത്തോടെ ഇടപെട്ട ഒരു വിശുദ്ധനായ പാപ്പയാണ്. നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് തൻ്റെ കാലഘട്ടത്തിൽ ദാരിദ്ര്യം അനുഭവിച്ചവരോട് അദ്ദേഹം ഇടപെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ടത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളും ദൈവാരൂപിയാൽ നിറയുവാനായിട്ടുള്ള വ്യക്തികളാണ്. വചനത്തിലൂടെയാണ് നമ്മൾ ദൈവാരൂപിയിലേക്ക് കടന്നു വരുന്നത്. വചനം അത്രമാത്രം ശക്തമാണ്, അത്രമാത്രം അധികാരം നിറഞ്ഞതാണ്. വചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവിൻ്റെ നിറവനുഭവിക്കുവാനും ദരിദ്രരോട് സ്നേഹത്തോടുകൂടെ ഇടപഴകുവാനും അതോടൊപ്പം തന്നെ തിന്മകളെ പുറത്താക്കുവാനുമായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കും. അതിനായിട്ട് ഇന്നേ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.